സെന്റ് തോമസ് മാവടി എന്ന വടംവലി ടീമിൻ്റെ ഒരു അംഗമാണ്. ഇടുക്കി രൂപത നെടുങ്കണ്ടം അടുത്ത് മാവടി പ്രദേശത്താണ് ഞങ്ങളുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീമുണ്ട്. 2023 ഞങ്ങൾ ആ നാട്ടിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും അവിടെയുള്ള സർവ്വമതസ്ഥരും ഒരുമിച്ച് ചേർന്ന് ആ കൂട്ടായ്മയിലൂടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു വടംവലി മത്സരവും അതുപോലെ ഒരു ഓണാഘോഷവും സംഘടിപ്പിക്കുകയുണ്ടായി. അതേ തുടർന്നാണ് ഞങ്ങൾക്ക് ഈ വടംവലി ഒരു കൂട്ടമായിട്ട് ഇത് രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തത്. അതേ തുടർന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് ചേരുന്നു, ഞങ്ങൾ പരിശീലിക്കാറുണ്ട്, വിവിധ മത്സരങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഈ അണക്കരയുടെ മണ്ണിലാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പൊതു മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ആ മത്സരത്തിന് ശേഷം ഇത് 1ാമത്തെ വർഷമാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10-15ഓളം അംഗങ്ങൾ സ്ഥിരം പരിശീലനത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ഒരേ മനസ്സോടുകൂടി പരിശീലിക്കുന്നു. അവിടെ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾക്കിതിന് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ്. കായിക മേഖലയും അതുപോലെ സ്പോർട്സും ഒക്കെ ഇന്ന് പല ഇടങ്ങളിൽ പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്, പുതിയ ആധുനിക കാലഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു തലമുറയെ കൂടുതൽ ശക്തമായിട്ടും തീക്ഷ്ണമായിട്ടും കായിക മേഖലയോടുള്ള ആഭിമുഖ്യമൊക്കെ ഒന്ന് വളർത്തിയെടുക്കുക എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഞങ്ങളവിടെ എല്ലാ തരത്തിലുള്ള സ്പോർട്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെ കരാട്ടെ പരിശീലനമുണ്ട്, വോളിബോൾ മത്സരങ്ങളുണ്ട്, അതുപോലെ ബാഡ്മിൻ്റൺ മത്സരങ്ങളുണ്ട്, പരിശീലിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല അവസരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വടംവലിയും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ നാടിന് ഇതൊരു ഉണർവാണ്. കായിക മേഖലയെ പിടിച്ചു നിർത്തുക, ഒരു കൂട്ടം യുവാക്കളുടെ, ഒരു കൂട്ടം ആളുകളുടെ, ഒരു ഇടവകയുടെ, ഒരു ദേശത്തിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ ഈ വടംവലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഈ കൂട്ടായ്മ പോകുന്നു. വലിയ മത്സരങ്ങളിലെ വിജയങ്ങളൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, പക്ഷേ മുന്നോട്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ശക്തമായ വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, വൈദികർ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് അവരുടെ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് അവരുടെ തിരക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് വ്യക്തമായിട്ടൊരു സമയത്ത് പരിശീലിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കായിക മേഖലയിൽ അവരുടെ ആ ഒരു സ്പിരിറ്റ് നിലനിർത്താനോ പലപ്പോഴും സാധിക്കാതെ വരുന്നതുകൊണ്ടാണ്, സമയക്കുറവും മറ്റ് ജോലി തിരക്കുകളൊക്കെ കൊണ്ടാണ്. പക്ഷേ ഇതിനുള്ളിലും എൻ്റെ ടീമംഗങ്ങൾ, എൻ്റെ ഇടവകങ്ങൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ളതുകൊണ്ടും കായിക മേഖലയോടുള്ള അതിയായൊരു താല്പര്യം എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ടും ചെറുപ്പകാലം മുതലേ സ്പോർട്സിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടും ഈ ഒരു ഫിറ്റ്നസ് നിലനിർത്താനും ഈ ഒരു കൂട്ടായ്മയിലായിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എനിക്ക് എല്ലാ മത്സരങ്ങൾക്കൊന്നും ഇറങ്ങാൻ സാധിക്കാറില്ല. ഈ ടീമംഗങ്ങളുടെ കൂടെയുണ്ട്. ആവശ്യമെങ്കിൽ പറ്റുന്ന പോലെ മത്സരങ്ങളിലൊക്കെ ഇറങ്ങി ഈ ടീമംഗങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ മത്സരങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം.